നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഴയ ചില കണക്കുകൾ തന്നെ ആന്റിയും വട്ടച്ചുറ്റിക്കുന്നത്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ കണക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത്. പക്ഷെ ജീവിതത്തിലെ ചില കണക്കൂട്ടലുകളെ അത്ര എളുപ്പമല്ല മണി. എത്ര കൂട്ടിയും കിഴിച്ചു നോക്കിയാലും നമുക്ക് ചിലപ്പോ ശരിയുത്തരം കിട്ടിയെന്ന് വരില്ല. എത്ര ആവർത്തി ചെയ്താലും അതിങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിന്റെ കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലല്ലേ സുമിതാന്റി? നല്ലതുപോലെ പ്രാർത്ഥിച്ചാ മതി, എല്ലാ കണക്കുകളും അയ്യപ്പസ്വാമി ശരിയാക്കി തന്നോളും. അന്ന് നിങ്ങൾ വന്നു പോയതിനു ശേഷം ഉപ്പ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണണമെന്ന് എഴുതി പറയുകയും ചെയ്തു. അതാ ഞാൻ വിളിപ്പിച്ചത്. വരണം. ഉപ്പ ഉപ്പ ഇതാരാ വന്നിരിക്കുന്നത് നോക്കണം. ഡോക്ടർക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നോ? ഉപ്പ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എന്താന്ന് വെച്ചാ ഇതാ ഇതിൽ എഴുതി കാണിച്ചാ മതി. ഡയറിയോ? ഏത് ഡയറിയുടെ കാര്യം ഉപ്പ പറയുന്നേ? ഇതാണോ ഉപ്പ ഉദ്ദേശിച്ച ഡയറി? താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. തെറ്റുകൾ ഏത് മനുഷ്യനും സംഭവിക്കാം. നിന്റെ ഏട്ടന്റെ കാര്യത്തിലും അത് മാത്രമേ സംഭവിച്ചുള്ളൂ. നിതീഷിന് സംഭവിച്ച കൈപ്പിഴ അവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പെൺകുട്ടികളുടെ കാര്യത്തില് ഏട്ടന് സംഭവിച്ച ആദ്യത്തെ കൈപ്പിഴയല്ലല്ലോ അമ്മ ഇത്.
മറ്റു പെണ്ണുങ്ങളുടെ കാര്യത്തില് ഏട്ടന്റെ മേല് ഇത്രയും വലിയൊരു പിടി മുറുകിയില്ല. അതുകൊണ്ട് ആ കേസുകളിൽ നിന്നെല്ലാം ഏട്ടൻ ഈസി ആയിട്ട് തടിയൂരി. ഇതിപ്പോ നന്ദുവിന്റെ കേസായതുകൊണ്ട് ശ്രീയും സുമിച്ചേച്ചിയും എല്ലാരും കൂടി ഏട്ടനെ കത്രിക പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ നിക്കക്കളിയില്ലാതെ വന്നപ്പോ നിതീഷേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇതല്ലേ ഉണ്ടായത്. ആത്മാർത്ഥമായിട്ടാണ് നിധിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കല്യാണ നാടകം കളിച്ച് ഏട്ടൻ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പില് നല്ല കുട്ടിയായിട്ട് മാറും. പക്ഷേ അപ്പോഴും നന്ദിതയുടെ ഭാവി എന്തായിരിക്കുമെന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? പുതുമോടി കഴിയുമ്പോ ഏട്ടൻ പൊടിയും തട്ടിയങ്ങ് പോകും. പിന്നെ കൊച്ചിനെ ഒക്കത്ത് വെച്ച് നന്ദിത വീണ്ടും ശ്രീയുടെ വീട്ടിലേക്ക് കയറി വരും. ജീവിതകാലം മുഴുവൻ ആ കണ്ണീര് ഞാൻ കൂടി കാണേണ്ടി വരും. നന്ദിത എവിടെയാണെന്ന് അറിയാൻ ഏട്ടൻ ആദ്യം എന്റെ അടുത്തൊരു നാടകം കളിച്ചു നോക്കി. ഞാൻ അതിൽ വീണില്ല. അപ്പോ അടുത്ത സെന്റിമെന്റൽ ഡ്രാമയുമായിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛനെയും അമ്മയൊക്കെ ഒരു വിധത്തില് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. പക്ഷെ ശ്രീയുടെ അടുത്ത് ഏട്ടന്റെ ഒരു നമ്പറും നടന്നില്ല. ആട്ടി ഇറക്കി നിധിയേട്ടനെ ശ്രീ വീട്ടിൽ നിന്ന്. ആട്ടി ഇറക്കിയെന്നല്ല, തല്ലി ഇറക്കിയെന്ന് വേണം പറയാൻ. സ്വന്തം ആങ്ങളെ ഭർത്താവ് കൈവയ്ക്കുന്നത് കണ്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നോക്കി നിന്നോളല്ലേ നീ. ശ്രീനിഷ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതോടെ നീ ഒയ്യാരത്ത് കുടുംബത്തിലെ അംഗമല്ലാതായോ? കുറച്ചു കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ കൂറ് മുഴുവൻ ഇപ്പൊ ശ്രീയുടെ വീട്ടുകാരോടാണല്ലോ. ഒന്നുമില്ലെങ്കിലും നീയും നിതീഷും ഒരേ ചോരയല്ലേ? ആ ഒരു അനുകമ്പയെങ്കിലും നീ കാണിക്കണ്ടേ? അല്ലാതെ സ്വന്തം ഭർത്താവ് സഹോദരനെ തല്ലുമ്പോ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? ശ്രീ നിതീഷേട്ടനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതിന് ശ്രീക്ക് ഞാൻ കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും അതിന്റെ പേരിൽ ശ്രീയെ പൊളിച്ചടുക്കി. അതുകൊണ്ട് എന്റെ മോന് സംഭവിച്ച അപമാനം ഇല്ലാതാവൂ? അവന് കിട്ടിയ തല്ലിന് ആര് സമാധാനം പറയും? ഒരമ്മ എന്ന നിലയിൽ നീ എന്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചു നോക്കണം മോളെ. നിതീഷിനെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ മക്കളിൽ വഴി പിഴച്ചു പോയ ഒരേ ഒരാൾ അവൻ മാത്രോ? ഗിരി അവനെ എന്തെല്ലാം ജോലികൾ ഏൽപ്പിച്ചു. വിദേശത്തെ കമ്പനികളുടെ ചുമതല വരെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം പോയി പെണ്ണുങ്ങളുടെ പിറകെ നടന്നു. അതെല്ലാം തൊലച്ചു നിതീഷ്. ഇനിയെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും കൊണ്ടുവരാനും അവന്റെ മേലൊരു കടിഞ്ഞാണിടാനും ദൈവമായിട്ട് തന്നൊരു അവസരം ഇത്. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം സനു. നന്ദിതയുടെ വീട്ടുകാർ കൊടുത്ത കേസ് മുറിഞ്ഞതോടെ നിതീഷിന് മുമ്പിൽ വേറെ വഴിയില്ലാതായി. അതാ അവൻ നിന്നെ കാണാൻ വന്നത്. നീ കൂടി കൈവിട്ട് കളഞ്ഞപ്പോഴാ അവൻ നാണം കെട്ട് ശ്രീനിഷിന്റെ വീട്ടിലേക്ക് കയറി വന്നത്. അത് അടിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിതീഷ് നന്ദിതയെ കല്യാണം കഴിക്കാതിരുന്ന അവൻ കേസിൽപ്പെട്ട് ജയിലിൽ പോവേണ്ടി വരും. നിതീഷ് അങ്ങനെ ഒരു കേസിൽപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.